പ്രശാന്തൻ്റെ ശശി തരൂർ എവിടെ പോയി? പാർലമെൻറ്റ് അംഗങ്ങളെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ശശി തരൂരിനെ മാത്രം കാണുന്നില്ല. അതിനകത്ത് ജോൺ, അതിനകത്ത് നമ്മൾ ചിരിച്ചുകൊണ്ട് ഈ കാര്യം പറഞ്ഞെങ്കിലും ശശി തരൂരിനെ പറയുന്ന MP നാലാമത്തെ തവണയാണെന്ന് തോന്നുന്നു തിരുവനന്തപുരത്തുകാർ ജയിപ്പിക്കുന്നത്. ശശി തരൂരിന് MP എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ടെന്നുള്ളതിന് തെളിവാണിത്. പിന്നെ രണ്ടാമത്, കോൺഗ്രസ് പാർട്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് പോലെ ഇന്ത്യ മുന്നണിയും അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിയും ഒന്നും അതിനകത്ത് അത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല ഉള്ളതിനുള്ള തെളിവാണ്. കാരണം ഒരു അധികാരത്തിൽ വന്നു, അവർക്ക് ഭൂരിപക്ഷമുണ്ട്, അവർ മന്ത്രിസഭ രൂപീകരിച്ചു. അവരെ പ്രതിരോധിക്കാൻ ശക്തമായിട്ട് ഇപ്പം താഴെ വീഴും എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ മാധ്യമങ്ങൾ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നത്. കാരണം ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു ഗവൺമെൻറ് ആണെന്നാണല്ലോ അവർ പറയുന്നത്. ഭൂരിപക്ഷമൊക്കെ ഉണ്ട്, അതല്ല. ആ ഭൂരിപക്ഷം ഇല്ലാത്തൊരു ഗവൺമെൻറ് ആണെങ്കിൽ ഒരു സ്പീക്കർ തിരഞ്ഞെടുപ്പ് നിർണായക ഘട്ടം, അതായത് ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് ആദ്യത്തെ ഘട്ടം ഓട്ടോമാറ്റിക്കലി സ്പീക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ ഭരണകക്ഷിയുടെ സ്പീക്കറാണ് വരുന്നതെന്നും അതിൻ്റെ വോട്ടിൻ്റെ എണ്ണവും ഒക്കെ കണക്കാക്കിയാണല്ലോ ആ ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം ഉണ്ടോ എന്ന് തെളിയിക്കുന്നത്. അപ്പം തന്നെ ഭൂരിപക്ഷം തെളിയും. സ്പീക്കർ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിക്കാൻ നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വരെ കണ്ടത്. കഴിഞ്ഞ ദിവസം മത്സരം ഇല്ലെന്ന് സഭ കൂടിയപ്പോൾ നമുക്ക് മനസ്സിലായി. മത്സരിക്കാൻ നിൽക്കുന്ന ഒരു പാർട്ടി 100 അംഗങ്ങളുള്ള കോൺഗ്രസ്, അതിനകത്ത് ഒരു അംഗമായിട്ടുള്ള ശശി തരൂർ സത്യപ്രതിജ്ഞ പോലും ചെയ്തിട്ടില്ല. ഇന്ത്യ മുന്നണിക്കകത്ത് ഉള്ള ആൾക്കാരെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനകത്തുനിന്നുള്ള ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അതിന് ഉത്തരവാദിത്വം കോൺഗ്രസിനില്ല. സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള ഉത്തരവാദിത്വം ആ MP-ക്കുമില്ല. അപ്പം എങ്ങനെയാണ് ഈ കൂട്ടുത്തരവാദിത്വം ഇല്ലാത്ത ഒരു മുന്നണി നാളെ കാലത്ത് ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായിട്ട് വരുന്നത്? പിന്നെ നമ്മൾ ആ സമയം തന്നെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ആരെയും കുറ്റം പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തർ വോട്ട് ചെയ്തവരുടെ ഉദ്യോഗം. 15 കൊല്ലമായിട്ട് ഇവിടെ ഈ MP എന്നുള്ള നിലയിൽ ശശി തരൂർ ഒരു കാര്യം ചെയ്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ മുടി ചീകി ഒതുക്കി നല്ല ഡ്രസ്സും ഇട്ട് വന്ന് വലിയ ഇംഗ്ലീഷും പറഞ്ഞ് പോകുന്നതല്ലാതെ ഈ നിയോജകമണ്ഡലത്തിൽ ഒന്നും ചെയ്തതായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ട് വന്ന് പോകുമ്പോൾ കാണുന്നില്ല. മനസ്സിലായി. ഒരു 45 ദിവസം കൊണ്ട് BJP-യുടെ ശശി തരൂർ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആൾ വികസന രേഖയുമായിട്ടൊക്കെ വന്ന് ഒരു 45 ദിവസം കൊണ്ട് അദ്ദേഹത്തെ ഇവിടെ അക്സെപ്റ്റ് ചെയ്തില്ല. അദ്ദേഹം തോറ്റുപോയി. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു വോട്ടിനായിരിക്കും തോറ്റത്. ഈ 4ാമത്തെ തവണയും ജയിപ്പിക്കുമ്പോൾ ഈ 3 തവണയും ചെയ്ത പാതകമെങ്കിലും ഒന്ന് മാറ്റി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയും ആ മണ്ഡലത്തിന് വേണ്ടിയും ഉത്തരവാദിത്വമുള്ള ഒരു MP ആയിരുന്നെങ്കിൽ അദ്ദേഹം ആ കൃത്യസമയത്ത് സത്യപ്രതിജ്ഞ ചെയ്യാനെങ്കിലും വന്നേ. ഏറെ ഇത്ര ദിവസത്തേക്ക് ആ സത്യപ്രതിജ്ഞ ചെയ്താൽ മതിയായിരിക്കും എന്നൊരു MP ആയിരിക്കും. എന്നാലും ആ പാർട്ടിക്കും അല്ലെങ്കിൽ ഈ ജയിച്ച MP-ക്കും ആ പാർട്ടിയോടും ഈ നാടിനോടുമുള്ള കൂറാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ രണ്ടാമത് ഇതിനകത്തുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ശശി തരൂരിനെ കോൺഗ്രസ് തഴഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ കോൺഗ്രസിൻ്റെ ദേശീയ തെരഞ്ഞെടുപ്പ് കാർഗെ അല്ലെങ്കിൽ ACC തെരഞ്ഞെടുപ്പിന് ശേഷം ശശി തരൂർ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു, മനസ്സിലാവുന്നു. ശശി തരൂർ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും BJP കാര്യമായിട്ട് കൈ കൊടുക്കാൻ നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. BJP-യിലോട്ട് പോകണമെങ്കിൽ അവരൊന്ന് ക്ഷണിക്കണമല്ലോ. പുള്ളിയുടെ BJP ക്ഷണിക്കത്തില്ല, വന്ന് കയറി ചോദിച്ചാൽ കൊടുക്കാമെന്നുള്ള രീതിയിൽ BJP നിന്നു. മാത്രമല്ല തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJP-ക്ക് വേണമെങ്കിൽ ജയിക്കും, അല്ലെങ്കിൽ ജയിക്കാം എന്നുള്ളൊരു തോന്നലുണ്ട് ഒരു മണ്ഡലം. അപ്പോൾ ശശി തരൂർ ഇല്ലെങ്കിലും ജയിക്കാം. അപ്പോൾ ശശി തരൂർ വിളിച്ചാൽ BJP വിളിച്ചാൽ അങ്ങോട്ട് പോകാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. മാത്രമല്ല ശശി തരൂരിൻ്റെ അംബീഷൻ എല്ലാം നടപ്പാക്കി കൊടുക്കുന്ന ഒരു കോൺഗ്രസ് അല്ല ദേശീയ തലത്തിൽ ഇപ്പോൾ ഉള്ളത്. പക്ഷേ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ദേശീയ തലത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാകൊണ്ടാണ് ശശി തരൂർ. കാരണം രാഹുലിനപ്പുറം ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ കൊള്ളാവുന്ന ഒരു കോൺഗ്രസ് ആയിരുന്നു. വേറെ ഇപ്പം നിൽക്കുന്ന മറ്റ് നേർനിരയിൽ നിൽക്കുന്ന മറ്റ് പലരെയും നമ്മൾ നേതാക്കന്മാരായിട്ട് അവരംഗീകരിച്ച് പോകുന്നതല്ലാതെ പൊതുജനവും അല്ലെങ്കിൽ ലോകമൊന്നും അംഗീകരിക്കുന്ന ആരുമില്ല. അപ്പോൾ ശശി തരൂർ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നത്. കോൺഗ്രസിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം തന്നെ അതാണ്. കോൺഗ്രസിനകത്ത് ഏതെങ്കിലും ഒരു തലയെടുപ്പുള്ള ഒരാൾ, ചർച്ച ചെയ്യപ്പെടുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ നെഹ്റു കുടുംബത്തിന് അപ്പുറം വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ ഒതുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവരുടെ കീഴിൽ നിൽക്കുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എന്നെക്കാട്ടിൽ അല്പം കൂടെ വലുതാണെന്ന് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ ബോധ്യം വരുന്ന ആൾക്കാർ കോൺഗ്രസിനകത്ത് ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അത് കൃത്യമായി ബോധ്യപ്പെടുത്തി പാർട്ടിക്കകത്ത് നിൽക്കാൻ ശ്രമിച്ച ആളാണ് ശശി തരൂർ. പാർട്ടി പറഞ്ഞിട്ട് പോലും ഇലക്ഷൻ മത്സരിക്കുകയും കാർഗയ്ക്കെതിരെ മത്സരിക്കുകയൊക്കെ ചെയ്തു. മത്സരിച്ചപ്പോഴും അദ്ദേഹം വളരെ ചർച്ചയായി. പക്ഷേ മത്സരത്തിന് ശേഷം ഇവിടുത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹത്തിലൂടെ വരികയും അദ്ദേഹം പല പ്രകടനങ്ങളൊക്കെ നടത്തുകയും ആ പ്രകടനങ്ങളൊക്കെ ചില ഘടകകക്ഷികൾ ഏറ്റെടുക്കുകയും അവസാനം ആ പ്രകടനങ്ങൾ ഏറ്റെടുത്ത ഘടകകക്ഷികളെ വേറെ ചില സോഴ്സിൽ നിന്ന്
വിളിച്ച് അതൊക്കെ അവിടെ മതി അങ്ങ് നിർത്തിയേരെന്നുള്ള രീതിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ഒരു നേതാവാണ്. ഇപ്പം സീറ്റ് കൊടുത്തു, സീറ്റ് കൊടുക്കുക ഇരുന്നാൽ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. പക്ഷേ സീറ്റ് കൊടുത്തതിന് ശേഷവും ആ സമയത്തും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഈ പറയുന്ന പോലുള്ള പ്രചാരണത്തിനുള്ള ആൾക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നോ കണ്ടെല്ലാം. അപ്പം നാളെ കാലത്തെ അദ്ദേഹം കോൺഗ്രസ്സിൽ ഉണ്ടാവുമോ അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ ഒരിതാണ്. ഈ കൊടിക്കുന്ന് സുരേഷിൻ്റെ കെയർ ഓഫിൽ പോലും അല്ലെങ്കിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പും സ്പീക്കർ സ്ഥാനാർത്ഥി ഒക്കെ വന്നപ്പോൾ ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ ഒരു സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ ഇളക്കം ഉണ്ടാക്കാൻ സാധിക്കും. ശശി തരൂർ സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ പ്രതിപക്ഷത്തുള്ളവരെല്ലാം കൂടെ അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ളവരോട് വേണമെങ്കിൽ പറയാം ഡെപ്യൂട്ടി സ്പീക്കറായിട്ടെങ്കിലും ശശി തരൂരിനെ വെക്കണം, അദ്ദേഹം അതിന് യോഗ്യനാണ്, അദ്ദേഹം ഒരു ആളാണ്. ഇത് ശശി തരൂരിന്റെ പേര് പോലും വന്നിട്ടില്ല. ഒരു ചർച്ചയിലും ഇന്ത്യ മുന്നണിയിലെ ഒരു ചർച്ചയിലും കോൺഗ്രസിന്റെ ഒരു നേതൃത്വഘടനയിലും ശശി തരൂർ എന്ന പേര് വരുന്നില്ല. ഇത് മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആൾക്കാർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തോറ്റ MP രാജീവ് ചന്ദ്രശേഖർ മണ്ഡലം കേന്ദ്രീകരിച്ച് വികസന 100 ദിന കർമ്മ പദ്ധതിയുമായിട്ട് അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് ഈ മണ്ഡലത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീക്ഷണം, അതായത് ഞാനിവിടെ നിൽക്കുകയാണ്, ഞാൻ MP യുമല്ല മന്ത്രിയുമല്ല, എനിക്ക് നരേന്ദ്രമോദിയുമായിട്ട് നേരിട്ട് സംവദിക്കുവാൻ സാധിക്കും. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ പറ്റി ഒരു ലക്ഷ്യമുണ്ട്, എനിക്കുള്ളതുപോലെ ആ ലക്ഷ്യമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി തിരുവനന്തപുരത്തിന് വേണ്ടത് ചെയ്ത് തിരുവനന്തപുരത്തെ ജനങ്ങൾ, എന്നെ വിശ്വസിച്ച ജനങ്ങൾ, എനിക്ക് വലിയ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ, എന്നെ ആൾക്കാർ 45 ദിവസം കൊണ്ട് എന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. ഏതാണ്ട് 10-15 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ശശി തരൂർ ജയിക്കുന്നത്. അപ്പോൾ അത്രയും ആൾക്കാർ എന്നെ അംഗീകരിച്ചില്ലേ വെറും 45 ദിവസം കൊണ്ട്. ഈ 15 കൊല്ലം ഞാൻ എൻ്റെ ഈ 15 കൊല്ലം കൊണ്ട് ശശി തരൂരിനെ അംഗീകരിക്കുന്നതിനെക്കാട്ടി ശരിക്കും പറഞ്ഞാൽ എന്നെ കൂടുതലായിട്ട് അംഗീകരിച്ചു. ഞാനൊരു 45 ദിവസം ജനങ്ങളുടെ മുമ്പിൽ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയാണ്. എൻ്റെ ജോലി പൊതുപ്രവർത്തനമാണ്, എൻ്റെ ജോലി നാടിൻ്റെ വികസനമാണ്. ഞാൻ തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടി ഇറങ്ങുകയാണെന്ന് പറഞ്ഞാൽ 100 ദിന കർമ്മവൃത്തിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിസ്സാരമായിട്ട് കാണണ്ട. അദ്ദേഹം നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒക്കെ കൂട്ട് ആ മണ്ഡലത്തിൽ നിന്നതുപോലെ ഈ മണ്ഡലത്തിൽ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് നാളെ കൃത്യമായ ഒരു വെല്ലുവിളി തന്നെയാണ് ശശി തരൂർ. ശശി തരൂരിൻ്റെ ഇതുവരെയുള്ള ഗിമിക്കൊന്നും ഇനിയും തിരുവനന്തപുരത്തുകാരുടെ നടക്കില്ല. തിരുവനന്തപുരത്തുകാർക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ വീണ്ടും ഒരു അബദ്ധമാവരുത്. രാജീവ് ചന്ദ്രൻ 3 പ്രാവശ്യം ചെയ്ത് 15 കൊല്ലമൊക്കെ ഒരു മതിയല്ലോ ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ. ഇതിനപ്പുറം രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂട്ടൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നമ്മൾക്ക് പറയാമായിരുന്നു. അവിടെ കൃത്യമായിട്ട് പൊതുജനം വോട്ട് ചെയ്തത് രാഷ്ട്രീയത്തിനപ്പുറം വേറെ ചില മാനദണ്ഡങ്ങളൊക്കെ വെച്ച് വോട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഈ ശശി തരൂർ എന്ന് പറഞ്ഞ വ്യക്തി ജയിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹം ജയിക്കാനൊന്നും പോകുന്നില്ല. ജാതിയുടെ മതത്തിൻ്റെയൊക്കെ നോക്കി, വികസനത്തിനപ്പുറം ജാതിയുടെ മതത്തിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാണല്ലോ നമ്മുടെ ഇപ്പം ഈ നാട്ടിൽ പല ഭാഗത്തും പല ആൾക്കാരും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ മണ്ഡലങ്ങളും വോട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ജയിച്ചത്. അതായത് ജയിച്ചതിനൊക്കെ ശേഷവും കൃത്യമായിട്ട് വന്ന് ഒരു MP-ക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അവിടെ നിന്ന് പരാജയപ്പെട്ട ഒരു മുൻ മന്ത്രിയും അല്ലെങ്കിൽ പരാജയപ്പെട്ട MP-യും ഒക്കെ ആ മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് ആ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിൽക്കുകയും അല്ലെങ്കിൽ അതിനിറങ്ങുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലൊരു സന്ദേശമാണ്. ഇതുപോലെ ജനങ്ങളെ പറ്റിച്ച് കബളിപ്പിച്ച് 5 കൊല്ലം കൂടുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് മണ്ഡലത്തിൽ കൂടി മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കെല്ലാം ഇതൊരു താക്കീതാവട്ടെ. ഇത്തരത്തിൽ ജനപ്രതിനിധികൾ ഉണ്ടാവാൻ കേരളത്തിൽ കാരണക്കാരനായത് സുരേഷ് ഗോപി തന്നെയാണ്. സുരേഷ് ഗോപിൻ്റെ മാതൃക ശരിയാണെന്ന് കണ്ട് പലരും പിന്തുടരുന്നുണ്ട്. അത് നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പം നാടിന് ഗുണം വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവട്ടെ. പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഇറങ്ങുന്ന എല്ലാവരും പൊതുപ്രവർത്തകർ. അതിന് MLA ആവണമെന്നോ MP ആവണമെന്നോ പഞ്ചായത്ത് മെമ്പറൊന്നും ആവണമെന്നുമില്ല. ഈ കാര്യത്തിൽ നമ്മൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെയാണ്. ശശി തരൂരിനോട് പറയാനുള്ളത്, ആൾക്കാർ തരുന്ന മാൻഡേറ്റിന്, അവർ തരുന്ന ഒരു അംഗീകാരത്തിന് അല്പമെങ്കിലും വില കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം ഇനിയെങ്കിലും എന്നതാണ്. അപ്പോൾ അടുത്ത തവണ ഇദ്ദേഹം ചിലപ്പോൾ മത്സരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ എന്നാൽ പിന്നെ ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ എന്ന് ശശി തരൂർ അങ്ങ് തീരുമാനിച്ചാണെങ്കിലും. അല്ല, അത് പറഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ അവസാന ലോക്സഭയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിയമസഭയിൽ മത്സരിക്കും. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകണമെന്നാണ് ആഗ്രഹം. മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഇപ്പോഴത്തെ എല്ലാവർക്കും മുഖ്യമന്ത്രി കോൺഗ്രസ് മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുള്ള ആൾക്കാരുടെ പേര് ഞാനിപ്പോൾ വേണമെങ്കിൽ എനിക്കറിയാവുന്ന പേരുകളൊക്കെ പറയാം. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ, പിന്നെ ഇപ്പോഴത്തെ VD സതീശൻ, പിന്നെ KPC പ്രസിഡന്റ് കെ സുധാകരൻ, പിന്നെ രാഹുൽ മാങ്കുട്ടത്തിന് വരെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായില്ല, അത്തരത്തിലേക്ക് പോയി. ഇദ്ദേഹം അതിനകത്ത് വരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കൊള്ളാമെന്നുണ്ട്. അടുത്ത പ്രാവശ്യം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം ജോണിന് മനസ്സിലായില്ലേ?
ഞാൻ ഇനിയും വരത്തില്ല, എന്നെ ഈ പ്രാവശ്യം കൂടെ രക്ഷിച്ചേക്കണേ. അതാണ് അദ്ദേഹത്തിന് തന്നെ ബോധ്യമില്ലായിരുന്നു ഈ മണ്ഡലത്തിൽ അദ്ദേഹം ജയിക്കുമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രിയാവുന്ന ആ കാര്യമൊന്നും നടക്കത്തില്ല. കാരണം അത് എല്ലാ രീതിയിലും വെട്ടും എന്ന് വെച്ചാൽ ഒരു കാലത്ത് അസംബ്ലിയിൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കത്തില്ല. സോണിയാഗാന്ധിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിട്ട് രാഷ്ട്രീയത്തിൽ വരികയും അവരെ സഹായിച്ച് മന്ത്രിയാവുകയും അങ്ങനെയൊക്കെ വന്നൊരു ഇപ്പോൾ അവർക്ക് ഏറ്റവും അതിർത്തിയുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ശശി തരൂർ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഈ പ്രാവശ്യം തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയായിരുന്നെങ്കിൽ അത് ചർച്ചയാവും. മാത്രമല്ല കോൺഗ്രസ് ഇത്രയും ക്രൈസിസ് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റാഞ്ഞത്. അദ്ദേഹം മുഖ്യമന്ത്രി ഒന്നും ആവത്തില്ല. സീറ്റ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിനെ പരിഗണിച്ച് ചിലപ്പോൾ അദ്ദേഹം BJP-യിലോട്ട് പോയാലോ? അല്ല, അദ്ദേഹം BJP-യിലോട്ട് പോകണോ വേണ്ട എന്നുള്ള കാര്യം BJP തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം BJP-യിലോട്ട് പോകാതിരിക്കുക, അല്ലെങ്കിൽ BJP-ക്ക് അതിനകത്ത് ഗുണമുണ്ടെങ്കിൽ BJP എടുത്തുകൊള്ളട്ടെ, അതിനകത്ത് നമുക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം, കോൺഗ്രസിനകത്ത് ഇനി ശശി തരൂരിന് വലിയ ഭാവിയൊന്നുമില്ല. ഈ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയിൽ കണ്ട വലിയ മാഹാത്മ്യവും അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷയൊന്നും അദ്ദേഹം ഈ 15 കൊല്ലം കൊണ്ട് ഇവിടെ നടത്തിയിട്ട് ഇനി 5 കൊല്ലം കൊണ്ട് നടത്താനും പോകുന്നില്ല. അപ്പോൾ ശശി തരൂർ എന്ന് പറയുന്ന അധ്യായം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് അടഞ്ഞിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തെ തുറന്നു പിടിച്ചിരിക്കുന്ന തിരുവനന്തപുരത്തുകാർ എന്നടയ്ക്കും എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്നാൽ മതി. എന്തുവായാലും രാജീവ് ചന്ദ്രശേഖർ ഒരു അംഗത്തിന് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ ജീവിതം മൊത്തവും അംഗം വെട്ടി പിടിച്ച് പാരമ്പര്യമുള്ളവരാണ്. ഒന്നിനകത്തൊന്നും ജയിക്കാതെ പുറകോട്ട് മാറിയിട്ടുള്ള ഒരു പാരമ്പര്യം. ബിസിനസ്സിനകത്തായാലും രാഷ്ട്രീയത്തിലായാലും അദ്ദേഹം മുന്നോട്ട് വെച്ച കാലൊന്നും പിന്നോട്ടെടുത്ത പാരമ്പര്യം ഇതുവരെയില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹം 5 കൊല്ലത്തിനപ്പുറം ഒരു അംഗം വെട്ടാൻ വേണ്ടി ഇപ്പോഴേ കച്ച കിട്ടിയത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.